പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ സുദിനത്തിൽ എല്ലാവർക്കും ആദ്യമായി അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുകയാണ്. മസ്കറ്റ് മലയാളി പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓരോ കുടുംബ യൂണിറ്റും ഓൺലൈനായി ഒരുമിച്ചിരുന്ന് അൽഫോൻസാമ്മയോടുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. വിശുദ്ധിയിൽ വളരുവാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. ഈ സുദിനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുറച്ചുകൂടി വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. അൽഫോൻസാമ്മയിൽ വിളങ്ങിയിരുന്ന ഒത്തിരി പുണ്യങ്ങളുണ്ട്. അൽഫോൻസാമ്മയിൽ വിളങ്ങിയിരുന്ന ഏതെങ്കിലുമൊക്കെ പുണ്യങ്ങൾ എൻ്റെ ജീവിതത്തിലും സ്വായത്തമാക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നൊവേന നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹൃദയ സുമംഗളമായി പോലെ അമ്മേ തലയർ പ്രാർത്ഥിപ്പു, മഹിമകൾ പാടി പ്രാർത്ഥിപ്പു. അൽഫോൻസാമ്മേ പ്രാർത്ഥിക്കണേ, സ്വർഗ്ഗസുമങ്ങൾ പൊഴിക്കണമേ. അൽഫോൻസാമ്മേ പ്രാർത്ഥിക്കണേ, സ്വർഗ്ഗസുമങ്ങൾ പൊഴിക്കണമേ. ഇവിടെ പുതിയൊരു നാദം, ഇവിടെ പുതിയൊരു ഗാനം, സുരവരമായി പൊഴിക്കും സുരഭി അൽഫോൻസായുടെ നാമം. അൽഫോൻസാമ്മേ പ്രാർത്ഥിക്കണേ, സ്വർഗ്ഗസുമങ്ങൾ പൊഴിക്കണമേ. അൽഫോൻസാമ്മേ പ്രാർത്ഥിക്കണേ, സ്വർഗ്ഗസുമങ്ങൾ പൊഴിക്കണമേ. പ്രാരംഭ പ്രാർത്ഥന. സകലത്തിൻ്റെയും കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പൊറുതി അപേക്ഷിക്കുകയും ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. സർവനന്മ സ്വരൂപിയായ അങ്ങയെ ഞങ്ങൾ മുഴു ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങേ വിശ്വസ്തദാസിയായ അൽഫോൻസാമ്മയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വിശിഷ്ട വരങ്ങളെക്കുറിച്ചും ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അൽഫോൻസാമ്മയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ. എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അൽഫോൻസാമ്മ വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
മേലധികാരികളിൽ അങ്ങയെ ദർശിക്കുവാനും അവരെ അനുസരിക്കുവാനും അൽഫോൻസാമയ്ക്ക് അങ്ങ് നൽകിയ കൃപാവരത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളും അൽഫോൻസാമയെ പോലെ അനുസരണത്തിലും മറ്റു പുണ്യങ്ങളിലും ദൈവത്തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാനുള്ള വരവും പ്രത്യേകമായി ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ യാചിക്കുന്ന അനുഗ്രഹവും അങ്ങേ വിശ്വസ്ത ദാസിയായ അൽഫോൻസാമ വഴി ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ ദേശമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാവങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേ നാഥാ, ഞങ്ങളിൽ കഴിയണമേ നാഥാ, ഞങ്ങളിൽ കഴിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയാൽ ആത്മീയവും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അൽഫോൻസാമ്മയുടെ സഹായത്താൽ രോഗികൾക്ക് രോഗശാന്തിയും, പ്രത്യേകിച്ച് COVID-19 ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടും, പ്രത്യേകിച്ച് നമ്മൾ അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും, ഈ രോഗം മൂലം മറ്റ് കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന മനുഷ്യർ, പ്രത്യേകിച്ച് ദാരിദ്ര്യം, ജോലിയില്ലാത്ത അവസ്ഥ, അവരെയൊക്കെ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥതയിൽ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. അൽഫോൻസാമ്മയുടെ സഹായത്താൽ രോഗികൾക്ക് രോഗശാന്തിയും, ആത്മീയവും മാനസികവുമായ ക്ലേശം അനുഭവിക്കുന്നവർക്ക് സമാശ്വാസവും ലഭിക്കുമാറാകട്ടെ. അൽഫോൻസാമ്മയെ വിശിഷ്ട പുണ്യങ്ങളാൽ അലങ്കരിക്കുവാൻ തിരുമനസ്സായ സർവേശ്വര, അങ്ങേ മക്കളായ ഞങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം അത്രയും ആ കന്യകയെ പോലെ പരിശുദ്ധയായി ജീവിക്കുവാനും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും നിത്യഭാഗ്യം പ്രാപിച്ച് പരലോകത്തിൽ അങ്ങയെ നിരന്തരം സ്തുതിച്ചു വാഴ്ത്തുവാനും അനുഗ്രഹം ചെയ്യണമെന്ന് അങ്ങേ തിരുക്കുമാരൻ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ബാല്യം മുതൽ ഹൃദയശുദ്ധതയോടെ ജീവിക്കുകയും മാമോദീസായിൽ ലഭിച്ച വരപ്രസാദം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്ത അൽഫോൻസാമ്മയെ പോലെ ഞങ്ങളും ജീവിതാന്ത്യം വരെ പ്രസാദപര പൂർണ്ണതയിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനകൾ സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ ആധ്യാത്മികതയുടെ ഉന്നത പടവുകൾ കയറി അൽഫോൻസാമ്മയെ അനുകരിച്ച് ദൈവസ്നേഹത്തിലും പ്രാർത്ഥനാരൂപയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാനയോടുള്ള അതിരറ്റ വിശ്വാസത്തിലും ഭക്തിയിലും പ്രശോഭിച്ച അൽഫോൻസാമ്മയെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ച് വളരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശത്രുക്കളോട് ക്ഷമിച്ച് അവർക്ക് സേവനം ചെയ്ത് ദൈവസ്നേഹത്തിന്റെ മഹോന്നത മാതൃകയായി തീർന്ന അൽഫോൻസാമ്മയെ അനുകരിച്ച് പരസ്നേഹത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹ ചൈതന്യം വളരുവാനും ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
എളിമയും വിധേയത്വവും ജീവിതാദർശമായി സ്വീകരിച്ച് എല്ലാറ്റിലും അധികാരികൾക്ക് കീഴ്വഴങ്ങി ഉത്തമ സന്യാസിനിയായി ജീവിക്കുവാൻ അൽഫോൻസാമയെ അനുഗ്രഹിച്ച കർത്താവേ, അനുസരണത്തിന്റെ മാതൃക ഞങ്ങളുടെ ഭവനങ്ങളിലും സമൂഹത്തിലും പുലർത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കഠിനമായ രോഗത്താൽ ക്ലേശം അനുഭവിച്ചവളെങ്കിലും സുബോധത്തോടെ തന്റെ പാവനാത്മാവിനെ ദൈവതൃക്കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ അൽഫോൻസാമയെ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങൾക്ക് ദീർഘായുസ്സും നല്ല മരണവും ലഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ വിശുദ്ധ അൽഫോൻസാമ വഴിയായി ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും എന്നരുളി ചെയ്ത സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങേ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. ഈശോ മറിയം എവസ്തേപ്പേ, നിങ്ങളുടെ പ്രത്യേക ഭക്തിയായ അൽഫോൻസാമയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് അയോഗ്യരും പാപികളുമെങ്കിലും നിങ്ങളുടെ മക്കളായ ഞങ്ങളെയും വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിന് യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ എത്രയും ആവശ്യമായ അനുഗ്രഹങ്ങളും അങ്ങേ വിശ്വസ്തദാസിയായ അൽഫോൻസാമ വഴി സാധിച്ചു തരണമേ എന്നും എത്രയും എളിമയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും യോസേപ്പ് പിതാവിന്റെ സംരക്ഷണവും സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ച് വിശുദ്ധ അൽഫോൻസാമയുടെയും മാധ്യസ്ഥവും സഹായവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.